ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിക്കാത്തവർ വിരളമായിരിക്കും. ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചാൽ ഞാൻ മാനസാന്തരപ്പെടും, ദൈവത്തിൽ വിശ്വസിക്കും. അത്ഭുതം കണ്ടിട്ട് മാനസാന്തരപ്പെടാം എന്ന് കരുതുന്നവർക്ക് ഒരിക്കലും മാനസാന്തരപ്പെടാനാവില്ല. കാരണം ഒരാൾ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ. ഫരിസേയരും നിയമജ്ഞരും ഈശോയോട് ഒരടയാളം ആവശ്യപ്പെടുന്നു. ഈശോ അവരോട് യോനയുടെ അടയാളമല്ലാതെ മറ്റൊന്നും നൽകപ്പെടില്ല എന്നും പറയുന്നു. യോനയുടെ അടയാളം ഈശോയുടെ മരണവും ഉത്ഥാനവുമാണ്. ഞാൻ എൻ്റെ പാപത്തിന് മരിക്കുമ്പോൾ അതിൻ്റെ ഫലമായി ഉത്ഥാനമെന്ന അത്ഭുതം സംഭവിക്കും. എൻ്റെ സ്വാർത്ഥതയും വെറുപ്പും വിദ്വേഷവും ജഡികതയുമൊക്കെ ഞാൻ കളയുമ്പോൾ എൻ്റെ ജീവിതം നിറയെ അത്ഭുതങ്ങൾ ഉണ്ടാവും. ഈശോ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മാനസാന്തരപ്പെട്ട നിനിവേക്കാർ അവസാന ദിവസം നമ്മെ കുറ്റം വിധിക്കുമെന്ന്. ജീവിതത്തിൽ നല്ല മാറ്റം വരുത്തിയവർക്ക് നമ്മളെ കുറ്റം വിധിക്കാനുള്ള അവകാശമുണ്ട്. മാനസാന്തരപ്പെട്ടവര് നമുക്ക് വഴികാട്ടികളാണ്. നമ്മുടെ ജീവിതത്തിലും മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു തരുന്നവരാണവർ. അവരെ അനുസരിച്ചേ മതിയാവൂ.